ഡേറ്റ് എത്രയാണ്? ഈ ഡേറ്റ് എന്ന് പറയാൻ ഹിന്ദിയിൽ സംസാര ഭാഷയിൽ എങ്ങനെയാണ് പറയാൻ നിങ്ങൾക്കറിയാമോ? അപ്പോൾ നിങ്ങളൊരു നോർത്ത് ഇന്ത്യയിൽ പോയി ഡൽഹിയിൽ പോയി അവരോട് പറയുകയാണ് ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? ആജ് കി താരീഖ് കിത്തന ഹൈ, താരീഖ് കിത്തന ഹൈ, ആജ് കി താരീഖ് മേ, ഈ ഡേറ്റിൽ ഇപ്പോൾ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിന്നു, ഏത് ഡേറ്റിലാണ് വേണ്ടത്? കോൺസെ താരീഖ് മേ ചാഹിയെ ആപ്കോ, കോൺസെ താരീഖ്. താരീഖ് എന്ന് പറഞ്ഞ ഡേറ്റ് ആണ്, എക്സ്പയറി ഡേറ്റ്. ഖത്തം ഹോനെ വാല ഡേറ്റ്, ഖത്തം ഹോനെ വാല താരീഖ്. സാധാരണഗതിയിൽ ഇംഗ്ലീഷിൽ പറയുന്ന ഡേറ്റ് തന്നെയാണ് അവർ പറയുക. പക്ഷെ പലപ്പോഴും ഈ താരീഖ് എന്ന് പറയുന്നതിൻ്റെ വേർഡാണല്ലോ, അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അറിയാതിരിക്കരുത്. താരീഖ്, ഇസ്ക താരീഖ് ഖത്തം ഹോ ഗയാ, ഇതിൻ്റെ ഡേറ്റ് തീർന്നു പോയി എന്ന് പറയാം. ഇതൊരു ഉറുദു വേർഡാണ്, പക്ഷേ ഇത് കോമൺ ആയിട്ട് എല്ലാ ആളുകളും യൂസ് ചെയ്യുന്ന വാക്കാണ് താരീഖ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പം ഈ മഹിന, കോൺ സെ മഹിന ഹെ, മഹിന എന്ന് പറഞ്ഞാൽ മാസം, മാസത്തിന് മഹിന എന്ന് പറയും. കോൺ സെ മഹിനക്ക് ആഖിരി മഹിന, ആഖിരി മഹിന എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ്, ലാസ്റ്റ് അവസാന മാസം, മാസത്തിൻ്റെ അവസാനത്തിന് അത് തന്നെ പറയും. ആഖിരി മഹിനാമേ ദേഖെങ്കെ, ഈ മാസത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് കാണാമെന്ന് പറയുന്നു. അപ്പം മഹിന, ഏക് മഹിന ഒരു മാസം, ദൂസര മഹിന അടുത്ത മാസം, തീസര മഹിന മൂന്നാമത്തെ മാസം, ഇങ്ങനെ പറയാം. മഹിനയ്ക്ക് പഹലെ എന്ന് പറഞ്ഞാൽ മാസാദ്യം, മാസത്തിൻ്റെ ആദ്യം. മഹിനയ്ക്ക് ആഹിർമേ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്, എൻഡ് ഓഫ് ദ മന്ത് എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ ഇപ്പം മഹിനയും പഠിച്ചു. ഇനി ഒന്നുകൂടി പഠിക്കല്ലേ, സാൽ എന്ന് പറയാം. വർഷത്തിന് എന്താ പറയുക? സാൽ എന്നാൽ വർഷം എന്നാണ്. സാൽ, കിത്തന സാല്, ഈ സാൽ കോൺസെ സാലേ, ഇത് ഏതാണ് വർഷം? കോൺസെ സാൽ കോൺസെ സാല്. അപ്പോൾ സാൽ എന്ന് പറഞ്ഞാൽ വർഷമെന്നാണ്, മഹിന എന്ന് പറഞ്ഞാൽ മാസമെന്നാണ്, താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറയാണ് 1/1/2025, അതായത് സബ്സെ പഹലെ ദിനെ ഇസ് സാൽ കെ आज तारीख एक ही तारीख, आज की तारीख एक है, ये पहले महीना है, जनवरी पहले महीना है, 2025 के हैं, 2025 के एक ही तारीख में ये वाक़या हुआ है. ഓക്കെ, അതായത് ഈ വർഷത്തിലെ ആദ്യ ദിവസമാണ് ആ സംഭവം ഉണ്ടായത് എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ സോഫ്റ്റ് വേർഡ് കൊണ്ടാണ്, നിങ്ങൾ സാഹിത്യ വാക്ക് കൊണ്ടല്ല പരസ്പരം ഡയലോഗ് ചെയ്യേണ്ടത് എന്ന് കൂടി പറഞ്ഞ് കൂടുതൽ അറിവ് നേടുന്നതിന് ഹിന്ദി യൂണിയുടെ ചാനലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ധന്യവാദം, ആപ്ക ശുക്രിയ.